വെൽക്കം ബാക്ക്. എല്ലാവർക്കും റമദാൻ കരീം, റമദാൻ മുബാരക്. എല്ലാവരും നോമ്പ് നല്ല അടിപൊളിയായിട്ടെല്ലാം പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. അൽഹംദുലില്ലാ ഞങ്ങളെ നോമ്പും അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം കുറേ ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടായി, റമദാൻ വ്ളോഗൊന്നും ഇല്ലല്ല, എന്തെടുക്കാത്ത ഇടാത്ത എന്നെല്ലാം ചോദിച്ചിട്ട്. സത്യം പറയാലോ, നോമ്പ് തുടങ്ങിയിട്ടാകുമ്പോഴും വിചാരിച്ചിട്ടുണ്ടായി നോമ്പിൻ്റെതെല്ലാം ഇടണം അങ്ങനെ ഇങ്ങനെയെല്ലാം. പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റെല്ലാം ഇപ്പോൾ ചേഞ്ച് ആകുന്നതുകൊണ്ട് പനി പിടിച്ച് കുറേ ദിവസം ഹോസ്പിറ്റലുണ്ടായി. അങ്ങനെ വ്ളോഗ്സ് കാര്യങ്ങളൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇത് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് എല്ലാം ആയിട്ട് വന്നിട്ട് പിറ്റേ ദിവസം എടുക്കുന്ന വീഡിയോ ആണിത്. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാഴ്ചൻ്റെ കൂടുതൽ പുറത്തുനിന്ന് തന്നെയാണ് ഭക്ഷണവും സ്നാക്സും കാര്യങ്ങളെല്ലാം കഴിച്ചത്. അപ്പം ഡിസ്ചാർജ് ആയിട്ട് പിന്നെ അയച്ച് കുറേ ഞാനിങ്ങനെ ഇന്ന് ഉണ്ടാക്കണ്ടേന്ന്. നെജോറിന് വേണ്ട, നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാം, നീ ഒന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ കുറേ കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു മനസ്സ് വരുന്നില്ല. പുറത്തുനിന്ന് കഴിച്ച് തടിയും വെച്ച് വയറും വെച്ച് എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണ് ഉണ്ടായത്. വിചാരിച്ചില്ല, എന്തായാലും ഇന്ന് എങ്ങനെയെങ്കിലും കുറച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറേ ലേറ്റായിട്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കീഞ്ഞത്. അപ്പം ഇന്ന് സ്നാക്സും വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. പനിയെല്ലാം പിടിച്ചിട്ട് കിടന്നല്ലേ, എല്ലാവർക്കും പനിയും ചുമയും അങ്ങനത്തെ എല്ലാ കാര്യമാണ് ഉണ്ടായത്. അപ്പോൾ വെജിറ്റബിൾ സൂപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് ഇടപ്പെരയിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സൂപ്പാണ്. പിന്നെ നമ്മൾ ആ നോമ്പെല്ലാം തുറന്നിട്ട് ഇത് കുടിക്കുമ്പോൾ ആ ഒരു എന്താ പറയുക, നമ്മളെ ബോഡിക്ക് കിട്ടുന്ന ഒരു റീഫ്രഷ്നെസ് ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. നിങ്ങൾക്ക് എൻ്റെ മുഖമെല്ലാം കണ്ടെങ്കിൽ മനസ്സിലാവും. ഞാൻ അത്രയും എന്താ പറയല് സൈഡായിട്ടാണ് ഉണ്ടായത്. ചുമയും തൊണ്ടവേദന ചുമച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇതും കയ്യിൽ നിന്നുണ്ടായിട്ടില്ല. പിന്നെ നോമ്പ് നോക്കാതിരിക്കാനും മനസ്സ് വരുന്നില്ല. അപ്പോൾ ആ നോമ്പ് നോക്കി ചുമക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ എങ്ങനത്തെ അവസ്ഥയാണ്, ആ പോലെ എന്നിട്ടാണ് ഉണ്ടായത്. അപ്പം ഇത് വെജിറ്റബിൾ സൂപ്പ്. അപ്പോൾ വെജിറ്റബിൾ സൂപ്പ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇതാണ്. ഇത് ചെറിയ സ്മോൾ മഷ്റൂംസ് ഇല്ലേ, അതിനെ കൊണ്ടാന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 3 ടൈപ്പ് മഷ്റൂമാണ് ഞാൻ അതിലേക്ക് ഇടുന്നുള്ളത്. ഒന്ന് വൈറ്റും പിന്നെ ഒന്ന് ബ്രൗണിഷ് കളറായതും പിന്നെ എന്താ പറയുക സെപ്പറേറ്റ് തന്നെ കിട്ടുന്ന വലിയ കൂണുണ്ടല്ലോ, അത് വന്നിട്ടാണ് ഇടുന്നുള്ളത്. അപ്പോൾ അതും ഇട്ട് അതിൻ്റെ എന്താ പറയുക വേര് അതെല്ലാം ഞാൻ കട്ടാക്കിയിട്ട് വെള്ളം കൂട്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോളം ഞാനത് അടച്ചിട്ട് വെക്കുന്നുണ്ട് കേട്ടോ, അതിൻ്റെ ഇതെല്ലാം പോവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പണിയെടുക്കുന്ന ഇടയിൽ ചെറിയ ആൾ വന്ന്, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നോക്കാനും ഇതാക്കാനും. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ കബോർഡ് ഞാൻ തുറന്നിട്ടുണ്ടായി ഡ്രസ്സ് വെക്കാൻ. അപ്പോൾ അത് കണ്ടിട്ട് ആൾ വേണമെന്ന് പറഞ്ഞിട്ട് അതും എടുത്ത് വന്ന് ഇട്ട് നടക്കാന്ന് കേട്ടോ. ഓൾക്ക് ഇങ്ങനത്തെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളിവിടെ പെരയിൽ ആകെ നെജു ആണായിട്ടുള്ളൂ, ബാക്കി ഞങ്ങളിലെ പെണ്ണുങ്ങളല്ലേ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്ന് ചെയ്യുന്ന കാണുമ്പോൾ ഓൾക്കും അത് ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത്തത്തമാർ കാണിച്ചു കൊടുക്കുമ്പോൾ ഇത്തത്തമാർ ചെയ്യുമ്പോഴും അതുപോലെ ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓരോർക്കെല്ലാം കൂടിയിട്ടെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ എന്തെങ്കിലും കട്ടാക്കുമ്പോൾ ഓൾക്കും അടിയിരുന്നിട്ട് അതെല്ലാം നോക്കാനും ഇതാക്കാനും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഫ്രൂട്ട് കട്ടാക്കുന്നുള്ളത് മൈഷാന്ന്. ഇപ്പോൾ 2-3 കൊല്ലമായി നോമ്പിന് ഓളാന്ന് എൻ്റെ കിച്ചൺ പാർട്ട്ണർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ ഓൾ എന്തെങ്കിലും ഒന്ന് ഹെൽപ്പാക്കൂട്ടാ. അപ്പം ഫ്രൂട്ട് കട്ടാക്കൽ ഇപ്പോഴത്തെ ജോലി ഓൾക്ക്, പിന്നെ ജ്യൂസാക്കൽ മഞ്ഞുവാന്ന്, ചെറിയ ആളാന്ന്. അപ്പം ഓരോരോ പണി ഏറ്റെടുത്ത് അങ്ങനെ ഫിനിഷ് ആക്കൂട്ടാ. ഞാൻ പറഞ്ഞിട്ട് ലേറ്റായിട്ട് തുടങ്ങിയോണ്ട് തന്നെ ഉണ്ടാക്കണ്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ലേറ്റ് ഫുള്ള് എന്താ പറയല് ഭയങ്കര ഇതായിപ്പോയി. പിന്നെ ഞാൻ എപ്പോഴും നോമ്പിന് നേരത്തെ പണി തുടങ്ങും കേട്ടോ. അതിൻ്റെ പണി പെട്ടെന്ന് കഴിച്ചെടുക്കൂ. പിന്നെ ഇപ്പോൾ ചെറിയ ആളായതുകൊണ്ട് തന്നെ ഒരു എന്താ പറയല് 3:30-4 മണിയാകുമ്പോൾ ഞാൻ അവളെ ബാക്കിലുണ്ടാവും, അവൾക്ക് ഫുഡ് കൊടുക്കാൻ, അവളെ ഉറക്കാൻ, അവളെ കുളിപ്പിക്കാൻ അങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു 2.5-3 മണിക്കൂറോളം അവൾക്ക് തന്നെ വേണ്ടിയിട്ട് വേറെ തന്നെ ഞാൻ സ്പെൻഡാക്കും. അപ്പോൾ ആ സമയം അത്ര പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ എന്താക്കും, പെട്ടെന്ന് തന്നെ പണി കഴിച്ചു കൂട്ടും. ഇനിയിപ്പോൾ ഓളില്ലാത്ത സമയമാണെങ്കിൽ അതുപോലെ തന്നെയാണ് ഞാൻ വേഗം എല്ലാം എന്താ പറയല് പണിയെല്ലാം കഴിച്ചു കൂട്ടി മഗ്‌രിബ് ആകുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ഞാൻ കഴിയൂട്ടാ. പിന്നെ നോമ്പ് തുറന്ന ആ ഒരു പാത്രമേ എനിക്ക് ഉണ്ടാവില്ലല്ലോ, ബാക്കിയെല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ കഴിച്ചു കൂട്ടും. പിന്നെ ക്ലീനിങ്ങിന് ആൻറ്റി ഉണ്ടായതുകൊണ്ട് അത് ചെയ്യണ്ട, അത് ആൻറ്റി വന്ന് ക്ലീൻ ആക്കിയിട്ട് എന്താ പറയല് എല്ലാം ചെയ്ത് തന്നിട്ട് പോകും. നമുക്ക് കിച്ചണിലത്തെ
ഫുഡ് ഐറ്റംസ് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അത് ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ പുറത്ത്. കാരണം അവരുണ്ടാക്കുമ്പം അവരെ മസാല കാര്യങ്ങളൊന്നും നമുക്ക് ഇഷ്ടമാകുന്നില്ല. അവരെന്നെ അതിന് മുന്നേ ചെയ്യലെല്ലാം ഉണ്ടായത്. നെയ്ഹ കുറേ ബേബി ഉണ്ടാകുന്ന സമയത്ത്. ഇപ്പോൾ ഒരുവിധം നടക്കാൻ തുടങ്ങിയ പിന്നെയാണ് കേട്ടോ ഞാൻ കിച്ചണെല്ലാം ഞാൻ തന്നെ ആയിട്ട് ഏറ്റെടുത്തത്. അപ്പോൾ ഇതായത് ഒരു അരമണിക്കൂറോളം ഞാൻ മഞ്ഞൾപ്പൊടിയിൽ ഇട്ടിട്ട് വെച്ച്, അപ്പോൾ അതിൻ്റെ ഇതെല്ലാം ഒന്ന് ഓക്കെ ആയതിന് ശേഷം ഞാനൊന്നും കൂടി നല്ല കഴുകിയിട്ട് ഇതാ എടുക്കുകയെന്ന് കേട്ടോ. ഈ ചെറിയ ചെറിയ മഷ്റൂംസ് ഉണ്ടല്ലോ, മക്കൾക്കെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാവും. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല റിഫ്രഷ്നെസ്സാണ് ഇത് കിട്ടുന്നുള്ളത്. ഇത് കുടിച്ചിട്ടാകുമ്പോണ്ടല്ലോ നമ്മളെ ആ ഒരു എന്താ പറയുക ടയേർഡും കാര്യങ്ങളെല്ലാം എയിലേ പോകുന്നത് തന്നെ നമുക്ക് അറിയുന്നില്ല. അത്രത്തോളം ബെസ്റ്റായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സൂപ്പാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്താ പറയുക ബാക്കിയുള്ള വെജീസും കൂടി ആഡ് ചെയ്യട്ടെ. ഇപ്പോൾ കോണാണെങ്കിൽ ശരി, അല്ലെങ്കിൽ എന്താ പറയുക ചെറിയ ക്യാരറ്റ് ചെറുങ്ങനെ കട്ടാക്കിയിട്ട് അങ്ങനെ ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സൂപ്പിൽ എന്താണോ അതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കട്ടോ. ഇനിയിപ്പോൾ ചിക്കൻ വേണമെന്നുണ്ടെങ്കിലും അതും ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് അതും വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ. പിന്നെ ഇതാ ഈ കൂണ്ടൊക്കെ തന്നെ ഞാൻ കുറച്ച് ഇനി നമ്മൾ പറയൽ ബസള എന്നാണ് കേട്ടോ. എന്താ പറയുക ഗ്രീൻ സ്പിനാച്ച് ബസള, അതാണ് നമ്മൾ കാസർഗോട്ടാർ പറയൽ. ഇനി നിങ്ങളെ നാട്ടിൽ ഇതിനെ വേറെ പേര് പറയലുണ്ടോയെന്ന് എനിക്കറിയില്ല. ബസളയെന്ന് പറഞ്ഞെങ്കിൽ അറിയുമോയെന്ന് അറിയില്ല. അപ്പോൾ ഇതും കൂടി ഞാൻ അതിൻ്റെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെജ്ജസ് ഒന്നും കൂട്ടാത്ത മക്കൾക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ ആക്കി കൊടുത്തെങ്കിൽ എന്തായാലും കഴിക്കും. പിന്നെ അപ്പോൾ ഈ വെജീസും ഓർക്കും എന്താ പറയുക ഓരോ വയറ്റിലും പോവുമല്ലോ. അപ്പം ഇങ്ങനെല്ലാം ആക്കി കൊടുക്കുമ്പം ഓർക്കത് ഭയങ്കര ഇഷ്ടമുണ്ടാവും. ഇഷ്ടപ്പെടുന്നത് ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പം എല്ലാ വെജീസും ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഓയിൽ ഇട്ട് കൊടുത്തിട്ട് ഉള്ളി ഫുൾ കംപ്ലീറ്റ് വലിയ ഉള്ളിയൊന്നും എടുത്തിട്ടില്ല. ഒരു ഉള്ളീൻ്റെ പകുതി മാത്രം ഞാൻ എടുത്തത്. അത് ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു എണ്ണയിൽ ഇതാ ഇങ്ങനെ വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് വാടിയിട്ട് വരുമ്പം അതിലേക്ക് ഞാൻ ചെറിയ കുറച്ച് ഉപ്പും അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം നമ്മൾ എരിവ് ഇഷ്ടം ഉണ്ടാകുന്ന ആൾക്കാരുണ്ടെങ്കിൽ കുറച്ചധികം എരിവ് ഇട്ട് കൊടുക്കുക. എരിവ് അത്രത്തോളം ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. സൂപ്പിൽ ബെസ്റ്റായിട്ടുള്ള ഒരു ഐറ്റംസാണ് കുരുമുളക് പൊടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം കുഞ്ഞുമക്കൾക്കൊന്നും അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ലെങ്കിൽ എരിവിനനുസരിച്ചിട്ടുള്ള നിങ്ങൾ എരിവിന് എങ്ങനെ അനുസരിച്ചിട്ടുള്ള ആ ഒരു രീതിക്കുള്ള കുരുമുളക് പൊടി എരിവ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിലേക്ക് കുരുമുളക് പൊടി ഇട്ടിട്ട് ഇതാ ഇതുപോലെ നല്ല സോട്ടാക്കിയിട്ട് എടുക്കുക കേട്ടോ. ആ ഉള്ളിലേക്ക് ആ ഒരു കുരുമുളക് പൊടീൻ്റെ ആ പച്ചമണം അതൊക്കെ പോകണം കേട്ടോ. നല്ല ഇതാക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഇതാ മഷ്റൂംസ് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ട് 3 ടൈപ്സ് ഓഫ് മഷ്റൂംസാണ് ഞാൻ ഇതിൽ യൂസാക്കി കൊടുക്കുന്നുള്ളത്. അത് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കുക. ആ ഒരു ഉള്ളിയിലും കുരുമുളക് പൊടിയും അതിലേക്ക് നല്ല മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് അത് മുങ്ങുന്നത് വരെ വെള്ളം കൂട്ടി കൊടുക്കണം കേട്ടോ. ഞങ്ങൾക്ക് ഇതിലൊരു 3 ഗ്ലാസ് വരെ ഞാൻ വെള്ളം കൂട്ടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് വരുന്നത് വരെക്കും വെള്ളം കൂട്ടി കൊടുക്കട്ടോ, അത് മുങ്ങുന്നത് വരെ. അപ്പോൾ ഇത് 3ാമത്തെ ഗ്ലാസ്സാണ്. 3 ഗ്ലാസ് കൂട്ടുമ്പോൾ തന്നെ എനിക്ക് ഈ മഷ്റൂംസിൻ്റെ മേലെ വരെ വെള്ളം വന്ന്. അപ്പോൾ ഇതാണ് ഇനി ഇത് നല്ലൊന്ന് നമുക്ക് തളിച്ച് കിട്ടണം കേട്ടോ. അപ്പം ഇതിലേക്ക് ഞാൻ നേരത്തെ കട്ടാക്കി വെച്ചിട്ടുണ്ടായ ബസള, അതായത് ഗ്രീൻ സ്പിനാച്ച്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റെഡ് ചീര ഉണ്ടല്ലേ, അതും ഇട്ട് കൊടുക്കട്ടോ. അതും ഞാൻ ഇട്ട് കൊടുക്കലുണ്ട്. ഇപ്പം നമുക്ക് ഈ ബസള ഇല്ലെങ്കിൽ ചീരയുള്ള സമയത്താണെങ്കിൽ ഞാൻ ആ ചീരയും അങ്ങനെ ഇട്ട് കൊടുത്തിട്ടും ഉണ്ടാക്കലുണ്ട് കേട്ടോ. അതും നല്ല ടേസ്റ്റാണ്. ഞാൻ മറ്റേ ഏത് വെജ് വേണമെങ്കിലും നമുക്കിതിൽ ആഡ് ചെയ്യാം. എന്താ പറയുക കോണോ പിന്നെ എന്താ പറയുക ക്യാരറ്റ്, അങ്ങനെ നമുക്ക് വേണ്ട ഏത് വെജ് നമുക്ക് ഇഷ്ടമാണോ അതെല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കട്ടെ. ചെറിയ ഗ്രീൻ പീസ് ഉണ്ടല്ലേ, പട്ടാണി കടല എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ, അതും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ അത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അതിട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഇതാ ബസളയും ഇട്ട് കൊടുത്തിട്ട് ഞാനത് വേവിക്കാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ച് ചെറിയ തീ എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ഈലാന്ന് ഞാനിത് കുക്കാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. സൂപ്പല്ല, അപ്പോൾ കുറച്ച് നല്ല ഒരു ഈല് വേണം അത് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്നത്തെ സ്നാക്ക് ഞാൻ ഉണ്ടാക്കുന്നുള്ളത് അട്ടിപ്പത്തിരിയാണ് കേട്ടോ. സ്നാക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞ് സുഖമില്ല, ഉണ്ടാക്കണ്ട, നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിച്ച്
മടുത്തിട്ട് ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അയച്ച് ഓയിൽ ചെയ്യണ്ട, ഓയിലിട്ടത് ഉണ്ടാക്കണ്ട, അട്ടിപ്പത്തിരി അത് ഉണ്ടാക്കുക, അതാകുമ്പോൾ പെട്ടെന്ന് കയ്യല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അട്ടിപ്പത്തിരിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതൊന്ന് വെന്തോന്ന് നോക്കുന്നുണ്ട്. ഇത് സെറ്റാവാൻ ഇനി കുറച്ചും കൂടി സമയമുണ്ട്. നമുക്കത് അടച്ച് വെച്ചിട്ട് കുറച്ചും കൂടി ഒന്ന് വേവിച്ചെടുക്കുക. ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്, ഇനി കുറച്ച് സമയം കൂടി അത് വേണം കേട്ടോ. അപ്പം നമ്മളെ മസാല എന്ന് പറഞ്ഞ് അതിലേക്ക് പോയി. അപ്പം മസാല പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഇത് പച്ചമുളകും ചതച്ചത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നു. ഞാൻ ഇതിൻ്റെ റെസിപ്പി മുന്നത്തെ വ്ളോഗിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, കഴിഞ്ഞ റമദാനിലാണ് മറ്റേ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് റെസിപ്പി ആയിട്ടല്ല, ജസ്റ്റ് ഉണ്ടാക്കുന്നതൊന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇട്ടതിന് ശേഷം അതിലേക്ക് സ്പൈസസ്, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ എന്താ പറയുക ചിക്കൻ്റെ മസാല, ചിക്കനല്ല ബീഫാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫിൻ്റെ മസാലയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടായത്. കുറച്ച് ഉപ്പും കൂടിയിട്ട് അത് നല്ലതിലൊന്ന് മിക്സാക്കിയിട്ട് കൊടുക്കുക. അതിലേക്ക് ബീഫ് ഞാൻ ക്രഷ് ചെയ്തെടുത്ത് ജ്യൂസ് മെഷീനിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തതാണ് കേട്ടോ. അതും കൂടി മിക്സാക്കി കൊടുത്തിട്ട് നല്ലതിൽ ആ ഒരു മസാലയിൽ ആ ഒരു ബീഫെല്ലാം നല്ലതിൽ മിക്സായിട്ട് വരണം. നമ്മൾ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ മസാലയിൽ മിക്സായിട്ട് എടുക്കുന്നതാണ് കേട്ടോ ആ ഒരു അട്ടിപ്പത്തിരീൻ്റെ ഒരു ടേസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളെ ബീഫിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ബ്രസീലിയൻ ബീഫാണ് കേട്ടോ ഇത്. അപ്പോൾ അത് സൈഡാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മളിതാ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോൺഫ്ലവർ ഉണ്ടല്ലേ, അത് ഞാൻ 1.5 ടീസ്പൂണ് ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് മസ്റ്റൊന്നും അല്ല കേട്ടോ. നമുക്ക് ഒന്ന് കൊഴുപ്പ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ആ ഒരു സൂപ്പ് കുറച്ച് കട്ടി പോലെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുക്കാതെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് മറ്റേ നോർമലായിട്ട് കുടിക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിൽ കുടിക്കാം. പക്ഷെ ഞാൻ കുറച്ചൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഒരു എന്താ പറയുക സൂപ്പിൻ്റെ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആ കോൺഫ്ലവർ ഒന്ന് കലക്കിയിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ സൂപ്പ് സെറ്റായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഇതാണ്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായതുകൊണ്ട് ഞാൻ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടില്ല നേരത്തെ, നമ്മൾ കുരുമുളക് പൊടി കുറച്ച് കുറഞ്ഞിട്ട് ഇട്ട് കൊടുത്താലും നമ്മൾ കുടിക്കുന്ന സമയത്താണെങ്കിൽ ഉപ്പോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ എന്തെങ്കിലും കുറവ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കുറേ എന്താ പറയുക നല്ല ഇത് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ കുടിക്കുന്ന സമയത്ത് കുറച്ച് കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ കുറച്ച് ഉപ്പെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് കലക്കിയിട്ട് കുടിച്ചെടുത്താൽ മതി. ഞാൻ അതിലേക്ക് പിന്നെ കുറച്ച് കുരുമുളക് പൊടീൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നിയുകൊണ്ട് കുറച്ച് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്താ പറയല് നല്ല റീഫ്രഷ്നെസ് കിട്ടുന്ന ഒരു സൂപ്പാണ്. നിങ്ങൾ മസ്റ്റ് തന്നെ ഞാൻ പറയും, നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ്. ഇത് നമ്മളെ ബോഡിക്കെല്ലാം അടിപൊളിയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു സൂപ്പാണ് കേട്ടോ ഇത്. അങ്ങനെ സൂപ്പ് റെഡിയായി. അപ്പോൾ എന്നിതാ അട്ടിപ്പത്തിരീൻ്റെ അതിലേക്ക് പോവാന്ന് കേട്ടോ. സമയം ആവാൻ അത്രേ ഉണ്ടായിട്ടു. പിന്നെ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഇടയിൽ മസാലയെല്ലാം ആക്കി വെച്ച് സൂപ്പെല്ലാം റെഡി ആയിട്ട് മോളൊന്ന് ഭക്ഷണം കൊടുത്ത് ഓളെ കുളിപ്പിച്ച് ഉറക്കിയിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ കിച്ചണിലേക്ക് കയറുന്നുള്ളത്. അതിൻ്റെ ഇടയിൽ നിസ്കരിച്ചും ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് രണ്ടാമത് കയറുന്നുള്ളത്. അപ്പം എന്നെ അടുത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അട്ടിപ്പത്തിരീൻ്റെ മറ്റേ ദോശ ഉണ്ടാക്കുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പം മൈദ, മുട്ട, ഉപ്പ്, പിന്നെ അതിലേക്ക് ഞാൻ ഇച്ചിരി പാലും കൂടി ആഡാക്കി കൊടുക്കും. ആ ഒരു ദോശ ചൂടുമ്പോൾ വെറും വെള്ളത്തിൽ മാത്രമല്ല, ഞാൻ കുറച്ച് പാല് ആഡാക്കിയിട്ട് അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കിയിട്ടാണ് ഞാൻ അത് ജ്യൂസ് മെഷീനിൽ അടിച്ചെടുക്കും കേട്ടോ. അപ്പം നമുക്ക് നല്ല ഫൈൻ ബാറ്റർ അത് കിട്ടും. നമ്മൾ കൈയോട് അടിച്ചെടുക്കുന്നതിനേക്കാളും ജ്യൂസ് മെഷീനിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തെങ്കിൽ അടിപൊളി ബാറ്ററായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഈ ഒരു ദോശ ഉണ്ടല്ലേ, ഇത് നമുക്ക് അട്ടിപ്പത്തിരിക്ക് മാത്രമല്ല, നമ്മൾ ഇതുണ്ടാക്കുന്നില്ല എന്താ തെരയുടെ, ആ തെരയുടെക്കും ഉണ്ടാക്കുമ്പം ഈ ഒരു ദോശ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ആ തെരയുടെക്ക് പറഞ്ഞ് ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ കിട്ടുന്നുള്ളത്. അപ്പോൾ ഇതാ ഞാൻ അത് ജ്യൂസ് മെഷീനിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും നല്ല ബാറ്ററാണ് ഇതിൽ ജ്യൂസ് മെഷീനിൽ അടിച്ചെടുക്കുമ്പോൾ എന്നുള്ളത്. അപ്പം അത് റെഡി ആയിട്ടുണ്ട്. എന്നെ ഇത് ദോശ ചുട്ടെടുക്കലാണ്. ലാസ്റ്റ് ഞാൻ ചടപടാ ആക്കുന്നുണ്ട് കേട്ടോ.
കാരണം സമയം ഓൾറെഡി ആവാനായിട്ടുണ്ടായി. അങ്ങനെ ഇതാ ദോശ ചുട്ടെടുക്കാമെന്ന്. നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ള ദോശ വേണം, കാരണം എൻ്റെ ചട്ടി ഇച്ചിരി വലുതാന്ന് ഞാൻ ഈ എന്താ പറയുക അട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത്. അതിനെക്കൊണ്ട് കുറച്ച് അത്യാവശ്യം വലിയ ദോശ അതിനേക്ക് വേണം കേട്ടോ. അപ്പോൾ ഇതാ അത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടിച്ചു വെക്കേണ്ടതൊന്നും വേണ്ട കേട്ടോ. ഈ ഒരു ദോശ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. ജസ്റ്റ് ഒന്ന് എന്താ പറയില്ലേ, ആ ഒരു ചൂടായിട്ടാകുമ്പോൾ തന്നെ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാൻ നിർബന്ധമൊന്നുമല്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ദോശ അങ്ങനെ എടുക്കുക. പക്ഷേ എൻ്റെ ഒരു മനസ്സ് എപ്പോഴും അത് മറിച്ചിടുമ്പോൾ എനിക്കൊരു സുഖം കിട്ടലില്ലോ. അതിനെക്കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അത് മറിച്ചിട്ടിട്ട് ആ ഒരു സൈഡും ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓരോന്ന് ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ മേലെ മസാല ഇട്ടിട്ട്, ഞാൻ പറഞ്ഞിട്ട് ഇത് റെസിപ്പി ആയിട്ടല്ല ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഞാൻ ഇതിൻ്റെ റെസിപ്പി മുന്നേ ഇട്ടിട്ടുണ്ടായിന്. ഫസ്റ്റ് ഒന്ന് ഓയിലിട്ട് കൊടുക്കുക, കുറച്ച് മുട്ടൻ്റെ ഇത് ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെ ദോശ ഇതാ മുട്ടയിൽ മുക്കിയിട്ട്, മുട്ടയിൽ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതിൽ അടിച്ചിട്ട് അതിലേക്ക് ദോശ മുക്കിയിട്ട് ഇങ്ങനെ മേലെ ഫസ്റ്റ് ഒരു ദോശ വെക്കുക, അതിലേക്ക് നമ്മൾ മസാല ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലേക്ക് വീണ്ടും ദോശ മുട്ടയിൽ മുക്കിയിട്ട് അങ്ങനെ നമുക്ക് എത്ര ലേസാണോ വേണ്ടത് ആ ഒരു ലേസായിട്ട് എടുക്കുക. ലാസ്റ്റിലുള്ള മുട്ട ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്പ്രെഡാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പിന്നെ അതിന് ശേഷം എല്ലാം റെഡി ആയതിന് ശേഷമാണ് കേട്ടോ ഞാൻ തീ ഓണാക്കുന്നുള്ളത്. ഫസ്റ്റ് തന്നെ തീ ഓണാക്കിയിട്ടില്ല. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. എന്നെ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കലാണ്. ഞാൻ സൂപ്പിൻ്റെ മൂടി എടുത്തിട്ട് ഇനി വെച്ച് കൊടുത്ത് സൂപ്പിൻ്റെ മേലേക്ക് എന്താ പറയുക പാത്രം വെച്ച് കൊടുത്തിട്ടാ തൽക്കാലം വേകുന്നത് വരക്കും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ട് ചടപട എന്നുള്ളതായിരുന്നു. പിന്നെ അതിലേക്ക് ആവി വരുന്നതിലേക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ ടിഷ്യൂ പേപ്പർ ഒന്ന് ആവി വരാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇതാക്കിയിട്ട് കൊടുത്തിട്ടാ. എന്നെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കടല ഇതാണ് മിക്സാണ്. ഇത് ഞാൻ ഉണ്ടായിട്ടില്ല മുന്നത്തത്. പക്ഷെ ഞാൻ കഴിഞ്ഞതിന് ഇടുന്നു ഞാൻ കഴിച്ചിന്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു നോമ്പിന് ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് ഉണ്ടാക്കും. പിന്നെ ഇപ്രാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഷുഗർ കട്ടും ഫുഡെല്ലാം ഒന്ന് കൺട്രോൾഡ് അങ്ങനെ വന്നിട്ടുണ്ടായി. അപ്പം ഇങ്ങനത്തെ എല്ലാം ടൈപ്പിലത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ഇടയിലൊന്ന് കടലയും ആ ഒരു സലാഡും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം ചോന്ന കടലയാന്നിട്ടാ, അല്ലെങ്കിൽ ഞാൻ വെള്ളത്തിലിട്ടിട്ട് ഇതാക്കിയിട്ട് വെക്കൽ. ഞാൻ പറഞ്ഞിട്ട് അന്ന് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ ഡിസ്ചാർജ് ആയിട്ട് പിറ്റേസാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അന്ന് ഞാൻ കടല വെള്ളത്തിലൊന്നും ഇട്ടിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ സാധനം തീർന്നില്ല, ഞാൻ താഴെ പോയിട്ടുണ്ടായി. അപ്പം അവിടെ നിന്ന് ഇങ്ങനെ ഒരു വാങ്ങിക്കുമ്പോൾ ഞാൻ പാക്കറ്റല്ല ടിന്ന് കടല കിട്ടുമല്ലോ. അപ്പം ആ ടിന്ന് കടലയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. ടിന്ന് കടലയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ അതിലേക്ക് കുക്കുംബറും ചെറിയ നമ്മൾ ഈ എന്താ പറയുക സാലഡിനെല്ലാം ഇടുന്ന തക്കാളി ഉണ്ടാവില്ല, ടൊമാറ്റോ കുഞ്ഞ് അതിൻ്റെ 4 ടൊമാറ്റോയും ഒരു പച്ചമുളകുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എനിക്കത് ടിന്ന് തുറക്കാൻ പറ്റുന്നില്ല. അപ്പം നേജു എന്നെ ഹെൽപ്പാക്കി അത് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അതിലേക്ക് ഇട്ട് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് വെള്ളമൊന്നും എടുത്തിട്ടില്ല ഞാൻ. പിന്നെ അതിലേക്ക് നേരത്തെ കട്ടാക്കി വെച്ചിട്ടുണ്ടായ കുക്കുംബർ, ഒനിയന്, പിന്നെ ടൊമാറ്റോ, പിന്നെ ഒരു പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായത്. പിന്നെ അനാറ് ഫ്രൂട്ട്സിലേക്ക് മുകളിൽ കട്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് എടുത്തു വെച്ചതാണ് സെപ്പറേറ്റ് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ഇതിലേക്ക് എന്താ പറയുക നമ്മൾ അനാറും കൂടി ആഡ് ചെയ്യുമ്പോൾ ആ കോരി തിന്നുമ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുമ്പോൾ വേറെ തന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുമോയെന്നറിയില്ല. ചെറുള്ളി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഷോപ്പിൽ നിന്ന് ചെറിയ ഉള്ളി വരെ കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ. അതിനെക്കൊണ്ട് ചെറുള്ളിന്ന് ഇപ്പം ഞാൻ പറയില്ല, ഷോപ്പിൽ വിളിച്ചെങ്കിൽ ചെറുനാരങ്ങാന്നാന്ന് കേട്ടോ പറയൽ. അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാകുന്നുള്ളൂ. അപ്പോൾ ചെറുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലതിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കട്ടോ. ഞാൻ പറഞ്ഞിട്ടേ ഇപ്പം ഇതും കൂടി നമ്മളെ ഫേവറേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ നോമ്പിന് ഞാൻ ഇതും കൂടി ഈ ഒരു റെസിപ്പിയും കൂടി എൻ്റെ ലിസ്റ്റിൽ ആഡ് ആക്കിയിട്ടാണ്. അപ്പോൾ എല്ലാ ദിവസവും ഞാനിപ്പം കടല ചെയ്യലുണ്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ നെജു ഇപ്പോൾ ഓയിലിട്ട് ഇതൊന്നും കഴിക്കില്ല, സെപ്പറേറ്റ് തന്നെ എയർ ഫ്രൈയിലാണ് നെജുവിന് ചെയ്ത് കൊടുക്കൽ. അപ്പം എന്താ പറയുക ചിക്കൻ്റെ മറ്റേ ബർഗറിൻ്റെ ഇത് ചെയ്യുന്നില്ലേ അതൊന്ന് ഇട്ട് കൊടുത്ത്
പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷാക്കിയിട്ട് കൊടുത്തിട്ടാ. പിന്നെ സമൂസൻ്റെ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടായിന്, ഫ്രോസൺ ആണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഓയിൽ ബ്രഷാക്കി കൊടുത്തിട്ട് ഒരു എന്താ പറയല്, നമ്മൾ സമൂസ കുക്കാക്കുന്നവർക്ക് ഒരു 200 ഡിഗ്രിയിൽ 15 മിനിറ്റ്സ് മറ്റേ വെച്ച് കൊടുക്കലാണ്. അത് വെന്ത് കിട്ടും. ഞാൻ പറഞ്ഞിട്ട് ലാസ്റ്റ് മൊമെൻ്റാണ് കേട്ടോ ഇത്. ചടപട ക്യുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥയിലാണ് ഇത് ഉണ്ടായത്. അങ്ങനെ ആ സമയം ആകുമ്പോഴത്തേക്ക് ബാങ്ക് കൊടുത്ത് പിന്നെ ചടപടാന്ന് പറഞ്ഞിട്ട് ബാക്കി എല്ലാ സാധനം എന്താ ഇത് പോയി. ഞാൻ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിൻ്റെ ആ ഒരു ഒന്നും ശരിയായിട്ടില്ല. ഞാൻ പെട്ടെന്നാണ് കേട്ടോ അന്ന് ഉണ്ടാക്കിയത്. പിന്നെ ചെറിയാൾക്ക് ബ്രെഡ് പിസ്സ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഓൾ അതും ഉണ്ടാക്കി. പിന്നെ നെജുവിൻ്റെ സാധനം ആയിട്ടുണ്ടായിട്ടില്ല കേട്ടോ, അത് എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ടായതാണ്. അത് കുറേ കഴിഞ്ഞിട്ടാണ് അത് ആയിട്ടുണ്ടായത്. പിന്നെ ഇതാ അടുത്തത് എന്നിട്ട് ക്ലീനിങ്. ഞാൻ പറഞ്ഞിട്ട് ഞാൻ അപ്പം ക്ലീൻ ആക്കുന്നതുകൊണ്ട് അത്ര പാത്രം ഉണ്ടായില്ല കേട്ടോ. കുറേ നമ്മൾ ഫസ്റ്റ് തൊട്ടേ കൂട്ടി വെച്ചെങ്കിൽ അത് കൂട്ടി വെച്ച് ലാസ്റ്റ് കുറേ പാത്രമാണെന്നുള്ളത്. ഞാൻ അപ്പം എന്തെങ്കിലും എടുത്തെങ്കിലും അപ്പം തന്നെ കഴുകി വെക്കുന്നതുകൊണ്ട് നമ്മൾ ആ ലാസ്റ്റ് മൊമെൻറ്റിൻ്റെ ഉണ്ടായ പാത്രം മാത്രമേ ഉണ്ടാലില്ലൂ കേട്ടോ. എനിക്ക് ബാക്കി എന്താ പറയല് അങ്ങനെ അത്ര പാത്രമായിട്ട് ഞാൻ കൂട്ടി വെക്കലില്ല. അതിനെക്കൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം എന്താ പറയല് ആ നോമ്പ് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ കിച്ചണിലത്തെ പണിയെല്ലാം എനിക്ക് കഴിയൂട്ടാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പിന്നെ ഞാൻ പോയി ഡ്രസ്സെല്ലാം ചേഞ്ചാക്കി പിന്നെ മഗ്‌രിബ് നിസ്കരിക്കും. എനിക്ക് ആ കിച്ചണിലത്തെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അതിനെ കൊണ്ട് തന്നെ മഗ്‌രിബ് നിസ്കരിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇനിയിപ്പം എന്താ പറയുക ദൂര സമയത്ത് കുളിച്ചിട്ടുണ്ടെങ്കിലും ഭക്ഷണം കാര്യങ്ങളെല്ലാം ആക്കിയതിന് ശേഷം ഞാനൊന്ന് ഡ്രസ്സെല്ലാം ചേഞ്ചാക്കിയിട്ടാണ് കേട്ടോ പിന്നെ എന്താ പറയുക മഗ്‌രിബ് കഴിഞ്ഞിട്ട് പിന്നെ ഞാനത് ആടെ തന്നെ കുറച്ച് നേരം കിടക്കും ഇഷ ബാങ്ക് കൊടുക്കുന്നവരെ. പിന്നെ ഇഷ നിസ്കരിച്ചിട്ടേ ഞാൻ ആ റൂമിൽ നിന്ന് ഇറങ്ങലില്ലു. അതാണ് കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ കിച്ചണിലത്തെ പണിയെല്ലാം ചെടപെടാന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിച്ചു കൂട്ടി. പിന്നെ എല്ലാം കഴിഞ്ഞ് അപ്പോൾ ഇനി ഇതാ കിച്ചണെല്ലാം കംപ്ലീറ്റ് റെഡിയായി. ഇനി അപ്പുറത്തിലേക്ക് പോലാന്നും. ഞാൻ സിറ്റൊക്കെ ഇത് വീണു. ഓക്കെ. അപ്പം നമ്മളെ നിസ്കാരമെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം മക്കളുടെ അടുത്തെല്ലാം ഇങ്ങനെ കളിച്ചിട്ട് ഇരിക്കും കേട്ടോ. ഇപ്പം എന്താ പറയുക എക്സാമെല്ലാം കഴിഞ്ഞ് സ്കൂളെല്ലാം അടച്ചുകൊണ്ട് തന്നെ പിന്നെ നമ്മളെ ഇപ്പോഴത്തെ ദുബൈയിലത്തെ സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ആ ഒരു ഇതെല്ലാം ആയതുകൊണ്ട് ആദ്യത്തെ കുറച്ച് ദിവസം ഓൺലൈനിൽ ഉണ്ടായിനി. പിന്നെ അത് കഴിഞ്ഞ് സ്കൂളെല്ലാം അടച്ചിട്ടാ ഇപ്പം ലീവാന്ന്. അപ്പം അതിനെ കൊണ്ട് തന്നെ ആളിപ്പോൾ ഫ്രീ ആയിട്ടുണ്ട്. ഇപ്പം കളിയും ചിരിയെല്ലാം ആയിട്ട് മാഷാ അല്ലാഹ് ഇങ്ങനെ പോവാന്ന്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്നെ അടുത്ത് വന്നിട്ട് സൂപ്പിൻ്റെ പരിപാടിയാണ്. സൂപ്പ് കുടിച്ച് ഭക്ഷണം ഞങ്ങൾ അന്ന് പുറത്തു നിന്നാന്ന് വാങ്ങിച്ചിട്ടാ. ഭക്ഷണം ഞാൻ ഉണ്ടാക്കാൻ നിന്നിട്ടില്ല, മന്തി കഴിച്ച്. പിന്നെ ഈ നോമ്പായി പിന്നെ നമുക്ക് എന്താ പറയുക അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് എല്ലാമായിട്ട് നമുക്ക് എന്തെങ്കിലുമായിട്ട് അവർ കൊണ്ടുതരലുണ്ട് സ്നാക്സ് ആയിട്ടും. അപ്പോൾ അന്ന് ഹൈദരാബാദി ഒരു ഫാമിലി ഉണ്ട്. അപ്പോൾ അവരെ സ്പെഷ്യലായിട്ടുള്ള ഹൈദരാബാദി ബിരിയാണിയും മട്ടൻ്റെ കറിയും പിന്നെ അവരെ സ്നാക്സും ഉണ്ടായിട്ടാ. അപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മന്തി ഉണ്ടായി. അപ്പം മന്തിയും അതെല്ലാം കഴിച്ച് അൽഹംദുലില്ലാ അന്നത്തെ ഒരു നോമ്പ് അങ്ങനെ കഴിഞ്ഞിട്ടാ. അപ്പോൾ ഇതാണ് നമ്മളെ റമദാൻ്റെ ഫസ്റ്റത്തെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെക്കും ടാറ്റ, ബൈ.